പിന്നെ ചോദിച്ചിന് ഒരേ ഒരു ചോദ്യമാണ്, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നതാണോ? എത്ര ഞാൻ ഒരിക്കലും രണ്ട് കുട്ടികളെ ഉള്ള ഉപ്പാനെ എങ്ങനെ സ്നേഹിച്ചു പോകുന്നതെന്നല്ലേ, അങ്ങനെ ചെയ്യൂല കേട്ടോ. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താത്താക്ക് ജോലിയുണ്ടോ, താത്താക്ക് ജോലിയുണ്ടോ ചോദിച്ചു. എനിക്ക് ജോലിയുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മക്കളെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച് കുറേ ആൾക്കാർ ലൈവിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്, നിങ്ങൾ വീട് എവിടെ, നിങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട് എവിടെ, പിന്നെ അതേപോലെ പാത്തൂന് എത്ര വയസ്സായി, നിച്ചുവിന് എത്ര വയസ്സായി, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരങ്ങൾക്ക് തരാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്നും ഇടാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. കുറേ ചോദ്യങ്ങളുണ്ട്, നിങ്ങളെ വീട് എവിടെ, സ്ഥലം എവിടെ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാമെന്ന് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടർ, നിങ്ങൾ ഫസ്റ്റായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, നിങ്ങളെവിടെ സ്ഥലം എന്ന് ചോദിച്ചിട്ടോ ഞാൻ ലൈവ് ഇടുമ്പോൾ തന്നെ. അപ്പോൾ എൻ്റെ സ്ഥലം കറക്റ്റ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണയാണ് കേട്ടോ. എൻ്റെ സ്ഥലം പെരിന്തൽമണ്ണയാണ്, ഞാൻ കറക്റ്റ് പറയാം. വീട് കറക്റ്റ് അങ്ങ് പറയണ്ടെന്ന് എഴുതിയിട്ടാണ് സ്ഥലം കേട്ടോ. മലപ്പുറം പെരിന്തൽമണ്ണ താലൂക്കിൽ കേട്ടോ. അവിടെയാണ് എൻ്റെ സ്ഥലം, നിലമ്പൂർ വില്ലേജ്. ഞാൻ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ പിന്നെ ചോദിക്കുന്ന ചോദ്യം, താത്ത ഞങ്ങളെ കല്യാണം കഴിഞ്ഞിക്കോ, എത്ര കുട്ടികളാന്ന് ചോദിച്ചു. അപ്പോൾ 2 കുട്ടികളെ എനിക്ക് കേട്ടോ. എനിക്ക് 2 കുട്ടികൾ, ഒരു ആണും ഒരു പെണ്ണും. പിന്നെ ഹസ്ബൻഡ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ 2 കുട്ടികളുണ്ട്. അങ്ങനെ ടോട്ടൽ 4 മക്കളുണ്ട് കേട്ടോ. ഇക്കാക്ക് 4 മക്കളുണ്ട്. അതിൽ ആദ്യത്തിൽ ഒരു ആണും ഒരു പെണ്ണുണ്ട്. ഇപ്പത്തിൽ ഇക്കാക്ക് ഒരു ആണും ഒരു പെണ്ണും. അങ്ങനെ മൊത്തം 2 ആണും 2 പെണ്ണാണ്, 4 കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ ചോദിച്ചിന് ഒരേ ഒരു ചോദ്യമാണ്, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നതാണോ, എത്ര വയസ്സ്, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ. അവയ്ക്കാൻ്റെ ആദ്യത്തെ 2 കുട്ടികൾ പറയുക വെച്ചാൽ, ഒരാൾ +1 പഠിക്കുന്നു, ഒരാൾ 8ാം ക്ലാസ് ആണെന്നൊരു ഇതുണ്ട്. ഈ കൊല്ലങ്ങനെ മാറുന്നതിനനുസരിച്ച് വെച്ച് നമുക്ക് തിരിയില്ലല്ലോ, 8ഓ 7ഓ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷമേ അങ്ങനെ എന്തായാലും വേണ്ടില്ല. പിന്നെ നിച്ചുമോ പഠിക്കുന്നത് UKG ആണ്. അപ്പം ഇനി അടുത്ത വർഷം 1ാം ക്ലാസ്സിലേക്കാണ് കേട്ടോ. ചെറുതിന് 2 വയസ്സ്, നമ്മൾ 24-ാം തീയതിക്ക് തികയാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് പഠനത്തിൻ്റെ ഏജിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു പ്രായം കുട്ടികളാണ് കേട്ടോ ഞങ്ങൾക്കുള്ള. പിന്നെ അടുത്തത് വരുന്നത്, നമ്മൾ ഇക്കാക്ക് എന്താ പണി എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ലെയിൽ. അപ്പം നമ്മൾ ഇക്കാക്ക് പണി ഓട്ടോ ഓടിക്കുന്ന പണിയാണ് കേട്ടോ. ഇക്ക നമ്മളെ നാട്ടിൽ തന്നെ പെരിന്തൽമണ്ണയാണ് ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താത്താക്ക് ജോലിയുണ്ടോ ചോദിച്ചു. എനിക്ക് ജോലിയുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ നഴ്സറി സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് കേട്ടോ. നഴ്സറി സ്കൂളിൽ ഹെൽപ്പറിൻ്റെ പോസ്റ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആദ്യം ഞാൻ ഒരുപാട് കാലമായിട്ടോ ടീച്ചറിൻ്റെ ഇതിലിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴാണ് PSC കിട്ടിയത് ഹെൽപ്പർ പോസ്റ്റിലാണ് കേട്ടോ. അതിനിപ്പോൾ ഞാൻ ഹെൽപ്പർ പോസ്റ്റാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു WEC ഇസ്ലാമിയ കോളേജിൽ 5 വർഷം അവിടെ നിന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ടും ഫസ്റ്റ് നമ്മൾ നഴ്സറി സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അതിന് ശേഷം നമ്മൾ WICയിൽ വർക്ക് ചെയ്തിട്ട് 5 വർഷം. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് PSC കിട്ടിയിട്ടുള്ളത് കേട്ടോ. അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ജോലിയുണ്ട്, മാഷാ അല്ലാഹ്, കുഴപ്പമില്ല, ജോലിയുണ്ട്. പിന്നെ എന്തിനാ അതും കൊണ്ടൊക്കെ ഇരിക്കണമെന്ന് ചോദിക്കണവരുണ്ട് കേട്ടോ. അപ്പോൾ ചില ആളുകൾ യൂട്യൂബൊക്കെ പിന്നെന്തിനാ, അവൾക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ആ ജോലിയും കൊണ്ടൊന്നും ഒറ്റയ്ക്ക് നമുക്ക് ജീവിച്ച് പോകാൻ കഴിയൂല മക്കളെ. അപ്പോൾ അത്രയും തുച്ഛമായ സാലറി തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എഴുതുന്ന ടീച്ചർ എന്ന് പറയുമ്പോൾ തോനെ സാലറി ഉണ്ട് ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്ക് ജസ്റ്റ് ഒരു കടയിൽ നിന്നാൽ കിട്ടും, അത്രേ. അതിലേറെ കുറച്ചുണ്ട്, പക്ഷെ എന്നാലും കടയിൽ നിന്നാൽ 10-12 ഒന്നുമല്ല കേട്ടോ എന്തായാലും. പക്ഷെ എന്നാലും നമ്മളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകാനൊന്നും എത്തിക്കൂടുന്നില്ല. നമുക്ക് കുറേ കാര്യങ്ങളും പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റെഡി ആയിരിക്കും കേട്ടോ. നിച്ചുകുട്ടൻ വന്നു. നിച്ചുകുട്ടൻ ഇന്ന് സുന്നത്തയച്ച് കിടക്കുകയാണ്. ഓന് ഭക്ഷണം എല്ലാം കഴിച്ച് കിടന്നതാണ് കേട്ടോ.
പിന്നെ ഓന് കളിക്കുന്നതാണ്, കുറേ വണ്ടികളും കൊണ്ടൊക്കെ കളിക്കുന്നതാണ് കേട്ടോ. അപ്പം കളിച്ചു കഴിഞ്ഞ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, വീട്ടിലാരൊക്കെയല്ലേ? എൻ്റെ വീട്ടിലാരൊക്കെയല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും അനിയത്തി മാത്രമേ കേട്ടോ. അനിയത്തിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ നിൽക്കുക. പിന്നെ ഉമ്മ ഉണ്ട്. ഉപ്പാൻ്റെ ഉമ്മയുണ്ട് കേട്ടോ. വീട്ടിലെ തറവാട്ടിൽ രണ്ടാളും ഒറ്റക്കുള്ളൂ. എൻ്റെ ഉപ്പ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞത് എവിടുക്കാന്ന് വെച്ചു, കല്യാണം കഴിഞ്ഞത് കോഴിക്കോടാണ് കേട്ടോ. വടകരക്കാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ആരൊക്കെയല്ലേന്ന് വെച്ചാൽ, അപ്പോൾ ഇക്കാൻ്റെ വീട് എവിടെ വെച്ചാൽ വടകരയാണ് കേട്ടോ, കോഴിക്കോട്. അപ്പം ഞങ്ങൾ പോവാറുണ്ട്. ഇപ്പം എനിക്ക് ജോലി ഇവിടെ ആയ കാരണമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ, മലപ്പുറത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കും താമസം. പക്ഷേ ഇനിയിപ്പോൾ അവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ചാൻസും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മലപ്പുറത്ത് തന്നെ കൂടണം എന്ന് കരുതിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, പടച്ച തമ്പുരാനല്ലേ ഓരോന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെയൊക്കെ നടക്കും. പിന്നെ അപ്പോൾ അവിടെയാണ് ഇക്കാക്ക് അവിടെ വീട്ടിൽ ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, അതുപോലെ അനിയനുണ്ട്, അനിയത്തിൻ്റെ ഇക്കാക്ക് എല്ലാവരും ഉണ്ട് കേട്ടോ. മാഷാഅല്ലാ, കുഴപ്പമില്ല, അടിപൊളി ഫാമിലിയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് തുറന്ന് പറയാനും ഇതിനും പേടി അങ്ങനെയല്ല, നമുക്കൊരു സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയൊരു ഫാമിലിയാണ് കേട്ടോ നമുക്ക് കിട്ടിയ. അതൊരു സമാധാനമാണ്. എല്ലാവരും ഒരുപോലെ നല്ല നിലയിൽ കാണുന്നൊരു കുടുംബമായതുകൊണ്ട് നമുക്കൊരു ഹയർ. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ വിശേഷങ്ങൾ. ഇനി ഇതിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടും കേട്ടോ. നിങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ലവ് മാരേജ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, പഠിച്ചോനാണ് സത്യം. ഞങ്ങൾ ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വന്ന് അന്വേഷിച്ച് കണ്ട് കിട്ടിയതിനാണ്. ഇപ്പോൾ മാട്രിമോണിയൽ സൈറ്റ് ഉണ്ടല്ലോ, മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് കണ്ട് കിട്ടിയതിനാണ് കേട്ടോ. 15 ദിവസം കൊണ്ടുണ്ടായ കല്യാണമാണ് കേട്ടോ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ മാഷാഅല്ലാ, ഞാൻ ആരും സ്നേഹിച്ചാനും ആരും കൂട്ടിക്കൊണ്ടുവരാനും ഒന്നും പോയിട്ടില്ല. അത് ഇക്ക വന്ന് ഇങ്ങനെ ആലോചിച്ച്, അപ്പോൾ ഞാൻ വീട്ടുകാരോട് അന്വേഷിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടുകാരെ അന്വേഷിച്ച് അവരവിടെ പോയി ഹാപ്പിയാണ് ഇവിടെ. പിന്നെ ഇക്ക ആദ്യം തന്നെ എന്നോട് പറഞ്ഞു 2 മക്കളുണ്ട്, അവരെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇത്. അപ്പം ഞാൻ ഇക്കാനോട് പറയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതെന്നെ നോക്കുക. അതിലിക്കാരെയാണ് ഞാൻ കല്യാണം കഴിച്ചാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്, അല്ല ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതല്ല. അത് ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ള നമ്മളെ വിശേഷങ്ങൾ. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.